പ്രിയപ്പെട്ട സമുദായ അംഗങ്ങളെ, അടൂർ മഴയിലുണ്ടായ മണ്ണിടിച്ചിലിൽ നമ്മുടെ സമുദായ അംഗമായ മഷിക്കല്ലിൽ രവിച്ചേട്ടൻ്റെ ഭാര്യ സുമതി ചേച്ചി മരണപ്പെടുകയും മകന് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. വാർത്തകളിലൂടെ നിങ്ങൾ കണ്ട ദാരുണമായ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് സഭ ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മുടെ സമുദായ അംഗമായ മഷിക്കല്ലിൽ രവി എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഈ ഉരുൾപൊട്ടലിൽ നശിപ്പിച്ചത്. അങ്ങനെ ആ വീട് പൂർണ്ണമായിട്ടും നശിച്ച രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതാനും ഒരു ശകലം ഭാഗം മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ. ഈ ഉരുൾപൊട്ടലിൽ ഈ രവി എന്ന് പറയുന്ന നമ്മുടെ സമുദായ അംഗത്തിൻ്റെ ഭാര്യ സുമതി എന്ന ആൾ മരണപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആളുകൾ മലമ്പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിലും ഇത്രയും ഭീകരമായ ഒരു ദുരന്തം അടുത്ത കാലങ്ങളിൽ നമുക്കുണ്ടായിട്ടില്ല. 2001 കരിപ്പനങ്ങാടുണ്ടായ ഒരു ദുരിതമാണ് നമുക്ക് അറിയാവുന്നത്. അതിനുശേഷം ഇന്ന് വരെയും നമുക്ക് ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ, നമ്മുടെ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായിട്ടില്ല. ഇത് അതിദാരുണമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. എന്തായാലും നമ്മുടെ ആ കുടുംബത്തിനെ ഇനി ഒരു രീതിയിലും നമുക്കിവിടെ താമസിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത് തന്നെയല്ല, ഇവിടെയുള്ള 1-2 കുടുംബങ്ങൾ വേറെയുമുണ്ട്. അവരെയെല്ലാം നമുക്കിവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിന് നമ്മളെല്ലാവരും കൂടി ഈ കുടുംബങ്ങളെ സഹായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ദുരിതാശ്വാസ നിധി നമ്മൾ രൂപീകരിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും നമ്മൾ ശാഖകളിലേക്ക് നൽകിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് കഴിവതും ആൾക്കാർ ഈ ദുരിതാശ്വാസ നിധി സമാഹരിക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുടുംബങ്ങളെ ഇപ്പോൾ അടിയന്തരമായിട്ട് താഴെ എവിടെയെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് നമുക്കൊരു വാടക വീട് എടുത്തെങ്കിലും നമുക്ക് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. അതിനും വളരെയധികം സാമ്പത്തിക ചെലവുകൾ നമുക്ക് വരുന്നുണ്ട്. അവർക്കൊരു വീട് നമുക്ക് അടിയന്തരമായിട്ട് എടുത്തു കൊടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഒരാൾ ആശുപത്രിയിൽ കിടക്കുകയാണ്, അവരുടെ ചെലവുകൾ വഹിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ സഹായിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരാൽ കഴിവ് തുകകൾ അയച്ചു തന്ന് അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന് തന്ന് നമ്മുടെ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ നിർദ്ദേശങ്ങളോടൊപ്പം നിധി അയച്ച് ഈ ദുരിതാശ്വാസ ഫണ്ട് അയച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് നമ്പറുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും നമ്മൾ ഇതുമായിട്ട് സഹകരിച്ച് നമുക്ക് ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും പിടിച്ചുയർത്തി അവരുടെ ആ ദുരിതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നമുക്കവരെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിൽ അവരുടെ മകൻ ഈ റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയും അച്ഛനും തൊട്ട് അടുത്ത റൂമിലായിരുന്നു. ഇപ്പോൾ ആകെയുള്ളത് ഒരു അടുക്കളയുടെ ഒരു ചാർത്ത് മാത്രമാണ് ഇപ്പം അവശേഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം ഈ വീട്ടുകാർക്ക് ഒരു താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു മുൻഗണന. ഗവൺമെൻറ് തലത്തിൽ ജനപ്രതിനിധികളൊക്കെ വരികയും മന്ത്രിമാരൊക്കെ വരികയും അവർ സഹായങ്ങൾ തരാം എന്നുള്ള രീതിയിൽ നിർദ്ദേശമൊക്കെ നൽകി പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് അടിയന്തരമായിട്ട് താമസിക്കുന്നതിനുള്ളൊരു വീട് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് സഭ ഇടപെട്ട് നമുക്കിവിടെ ഒരു നമ്മൾ കൊടയത്തൂർ കോളപ്പുറ ഭാഗത്ത് ഒരു വീട് അന്വേഷിക്കുന്നുണ്ട്. അത് നാളെ അതിൻ്റെ ബാക്കി നടപടികൾ ആരംഭിക്കും. അപ്പം വീട്ടിൽ ആദ്യം താമസിപ്പിക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ അസുഖമായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ആൾ അവർ ICUവിൽ നിന്നും ഇന്നലെ മാറ്റിയിട്ടുണ്ട്, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ കുടുംബത്തിന് താമസിക്കാനായിട്ട് ഒരു സംവിധാനം നിലവിലില്ല. അതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എല്ലാ ശാഖകൾക്കും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സഭയുടെ ഒരു ബാങ്ക് അക്കൗണ്ടും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശാഖകൾ കഴിയുന്നിടത്തോളം ഈ ഫണ്ട് സ്വരൂപിച്ച് എത്രയും വേഗം അത് ഓൺലൈനായിട്ടോ ഗൂഗിൾ പേ ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിലേക്ക് നേരിട്ട് അടച്ചുകൊണ്ടോ സാമ്പത്തിക സമാഹരണം നടത്തണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പൈസ അയക്കുന്ന സമയത്ത് ഓൺലൈനിലാണ് അയക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഒക്കെ നമുക്ക് ജനറൽ സെക്രട്ടറിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. ശാഖകളും പൈസ ബാങ്കിലേക്ക് ഇടുന്ന സമയത്ത് ഇട്ടതിൻ്റെ ഒരു വിവരം നമ്മളെ HOയിലേക്കോ അല്ലെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്കോ അറിയിക്കേണ്ടതാണ്. അടിയന്തരമായിട്ട് ഇന്നും നാളെയുമായിട്ട് നമുക്ക് ഈ അത്യാവശ്യം കുറച്ച് ഫണ്ട് ശേഖരിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ മുത്തച്ഛൻ്റെ കാലം മുതൽ ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായ അംഗങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് അധിവസിക്കുന്നത്.
എൻ്റെ ഓർമ്മയിൽ ഇതുപോലുള്ളൊരു ഉരുൾപൊട്ടൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ ഏതാണ്ട് 62 വയസ്സോളം ആയിരിക്കുന്നു. എൻ്റെ അറിവിൽ ഇങ്ങനൊരു ഉരുൾപൊട്ടൽ ഇതിനു മുമ്പും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതിലേക്ക് എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള സഹായ സഹകരണങ്ങൾ നൽകണമെന്നും മാത്രമാണ് എനിക്ക് അടൂർമല ശാഖാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ശരിക്കും ഒരു ഉരുൾപൊട്ടലല്ല. ഇത് ശാസ്ത്രീയമായ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ സംഭവങ്ങളാണ്. ആ കാണുന്ന റോഡാണ്. റോഡിൻ്റെ മണ്ണ് ഇളക്കി JCB വെച്ച് വലിച്ച് ഇളക്കി സൈഡിലേക്ക് വെക്കുന്നു. എന്നിട്ട് അത് റോഡാക്കി പോകുന്നു. ഇതിൻ്റെ 2 സൈഡും നിർമ്മിച്ച ഇതിലേക്ക് മുകളിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം, റോഡിൽ കൂടി ഒഴുകി വന്നിരുന്ന വെള്ളം ഈ ഇളകിയ മണ്ണിലേക്ക് വീണ് ആ മണ്ണ് സഹിതം ഇളകിപ്പോരുകയാണ് ഉണ്ടായത്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം. താഴത്തെ നടന്നപ്പോൾ കിടന്നു വന്ന റോഡ് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് വരുന്നത്. ഇത് ഇവിടെ തൊട്ട് നമ്മൾ കണ്ണാടിപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. കണ്ണാടിപ്പാറ വരെയും പിക്കപ്പ് ഓഫ് റോഡ് വണ്ടി ജീപ്പൊക്കെ പോകുന്നതാണ് സാധാരണ. അപ്പോൾ ഇത് മെയിനായിട്ട് ഓടയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇതൊരു ഉരുളല്ല ശരിക്കും, ഓടയില്ലാത്തതിൻ്റെ പ്രശ്നം. ഇപ്പോൾ നമുക്ക് ഈ സൈഡിൽ തന്നെ കാണാൻ പറ്റും വെള്ളം ഒഴുകുന്നു. ഇതിപ്പോൾ കുറച്ച് പയ്യന്മാർ വന്നിട്ട് ഓട വെട്ടിവിട്ടതിൻ്റെ വേണ്ടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം വെള്ളം ശക്തമായ മഴ പെയ്തിപ്പം ഇറങ്ങിയ വെള്ളം ഇതിനകത്ത് കിനിഞ്ഞിറങ്ങിയിട്ട് മണ്ണെല്ലാം കൂടെ തള്ളി പോകുന്നതാണ് സംഭവിച്ചത്. കല്ലെല്ലാം വന്ന് ഒരു സൈഡിലേക്ക് ഊറ്റി വെച്ച് തന്നെയല്ല ഓരോ സമയത്തും ഓരോ വർഷം കൂടുമ്പോൾ അവർ കല്ല് ബ്രേക്ക് ചെയ്യുന്ന ഇതുണ്ട്. ഈ കല്ല് ഈ അടുത്ത് കല്ലായിരുന്നു. കല്ല് ഇളക്കി എടുത്തിട്ട് ഈ സൈഡിലേക്ക് ആക്കി. അപ്പോൾ ആ സൈഡിലേക്ക് ആക്കി കൂടിയാണ് വെള്ളം കെട്ടിയിരുന്നത്. ആ വെള്ളം കെട്ടിയിരുന്നത് ഒരുമിച്ച് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കി കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ തുടക്കം. ഈ ദുരന്തത്തിൻ്റെ തുടക്കം ഇതാണ്. ഇവിടെ നോക്കി കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ വീടും ഇതും തമ്മിൽ ഏകദേശം 15 മീറ്റർ ദൂരമേ ഉള്ളൂ. വീടും ഈ റോഡും തമ്മിൽ. ചെറുതായിട്ട് പൊട്ടി വീണായിരുന്നു. പൊട്ടി വീണ് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന് സൈഡിൽ നിന്നൊക്കെ തൂമ്പ വെച്ചൊക്കെ ഞാൻ കോരി കളഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് മഴ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞൊരു 1:40 ആയപ്പോഴാണ് മേളിൽ നിന്ന് രവിച്ചേട്ടൻ വന്ന്, അതായത് മരിച്ച സുമതി ചേച്ചിയുടെ ഭർത്താവ് വന്ന് കതിര വന്ന് അടിച്ചിട്ട് വീടിങ്ങനെ മണ്ണിനടിയിലായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ആ ചേച്ചി മണ്ണിലിങ്ങനെ മുങ്ങിക്കിടക്കുവാണ്. രണ്ടുപേരും മണ്ണിനടിയിലാണ്. വരണമെന്നും പറഞ്ഞിങ്ങനെ വന്നു സംസാരിച്ചു. നമ്മളതിന് അടുത്ത വീട്ടിലെ ആ ചേട്ടനെ ഫോണിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്താ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും ആയില്ല. അന്നേരം തന്നെ ഇത് മേളിൽ നിന്ന് തള്ളിപ്പോകുന്നു. ഉള്ളിലായിട്ട് വന്നു പോയി മൊത്തം തള്ളിപ്പോവുക ചെയ്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്മയും 2 പിള്ളേരും വല്യമ്മയും കൂടെ അപ്പുറത്ത് വഴിപ്പുരക്കൽ രാമകൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ പോയിട്ട് വന്നിട്ടാണ് ഈ രക്ഷപ്പെട്ട രതീഷിനെ എടുക്കുന്നത്. ഉപ്പുചാറും അതെല്ലാം അടിഞ്ഞിട്ടുണ്ട്. നല്ല നന്നായി വെള്ളം കയറി വരുന്നുണ്ട് രീതി പറഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്താ കയറി നോക്കാൻ പറ്റുന്നില്ല, കറണ്ട് പോയിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത വീട്ടിലെ വിവാഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയുന്നു രവിച്ചേട്ടനോട് ഓടി ഇറങ്ങി വന്നായിരുന്നു. രതീഷും അവൻ്റെ അമ്മയും മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുക. അപ്പം എനിക്ക് ഇവിടുത്തെ പിള്ളേരെ മാറ്റണം, എനിക്ക് അങ്ങോട്ട് ഇപ്പോൾ കയറി പോകാൻ പറ്റില്ല, ഇവരെ മാറ്റിയിട്ട് ഞാനങ്ങ് വരാം, നീ ആരെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തൊട്ടപ്പുറം വെളുത്തിറക്കി രാഹുലിനെയും ജമനീഷിനെയും വിളിച്ചു. അവർ കൃത്യസമയത്ത് കോൾ എടുത്തു. അപ്പോൾ ഞാൻ ഒന്ന് ഇവിടെ വരെ വരാവോ, ഒന്നൊരു ചെല്ലാവോ, ഞാൻ കൊടയത്തൂരാണ്, ഇവിടുത്തെ 3 കിലോമീറ്റർ താഴത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ ഫോൺ എടുത്തു, ചെല്ലാവോ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ തൊട്ടപ്പുറം തോടാണ്, തോട് കിടക്കാൻ പറ്റത്തില്ല, പിന്നെ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും വന്നോളാമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇദ്ദേഹത്തെ വിളിക്കുമ്പം പുള്ളി പറഞ്ഞു നന്നായിട്ട് ചെളിയുടെ മണം വരുന്നുണ്ട്, നന്നായിട്ട് വെള്ളം ഒഴുക്കുന്നുണ്ട്, മുറ്റത്തെല്ലാം മണ്ണടിഞ്ഞിട്ടുണ്ട്, എനിക്ക് വെളിയിലേക്ക് പോരാൻ പറ്റുന്നില്ല, അവിടുന്ന് വീട് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ പുള്ളി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ജമനീഷും രാഹുലും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആ വഴിയാണ് വരുന്നത്. ആ വഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രതീഷ് ഇപ്പോൾ ആശുപത്രിയിലുള്ള രതീഷ് ഇവിടെയാണ് ഉണ്ടായത്. ഇവിടെ ഈ കോൺക്രീറ്റ് ബീമിൻ്റെ അടിയിൽ അവൻ ഇതിന് താഴത്തേക്ക് മണ്ണിൽ ബാക്കി കൈ പൊക്കി നിൽക്കുന്ന സാഹചര്യത്തിനാണ് ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ആ പോസ്റ്റ് വട്ട ഒടിഞ്ഞ് അവിടെ കിടപ്പുണ്ട്, ലൈനഞ്ച് പൊട്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് അവർ കാണുന്ന കാഴ്ച. അപ്പോൾ അവരതിലിങ്ങ് വന്നിട്ട് അവർ പേടിച്ചിട്ടാണ് വരുന്നത്. കാരണം വീണ്ടും ഉരുള് പൊട്ടാം, അത് പറഞ്ഞു അവർ കൃത്യമായിട്ട്. ലൈറ്റ് ടോർച്ച് വെളിച്ചത്തിലാണ് വരുന്നത്. എന്നിട്ട് അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. അപ്പം നമ്മളിവിടെ നിൽക്കുന്നവരെ നിൽക്കാൻ പറ്റില്ല, കാരണം
കംപ്ലീറ്റ് ചെളിയായി. ഇപ്പം നമ്മൾ താഴ്ന്നു പോകുന്നില്ല, അന്ന് കംപ്ലീറ്റ് വെള്ളം ഒരു ചെളിയായിട്ട് കിടക്കും. അവനെ ഒരുപാട് ഒരു 10-20 മിനിറ്റ് കഷ്ടപ്പെട്ട് അവനെ എടുത്ത് അങ്ങോട്ട് വെച്ചു. അവനിവിടെ ചെറിയൊരു പൊട്ടലുണ്ട്, എനിക്ക് തോന്നുന്നു ആ ബീമിൻ്റെ കൈ പിടിച്ചോ കമ്പി പിടിച്ചോ അങ്ങനെ വലുതായിരിക്കാം. പിന്നെ നട്ടലിനും വയറിനൊക്കെ അവൻ അസ്വസ്ഥത പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ രവിച്ചേട്ടൻ ഈ വിഷയം പറയാനായിട്ട് വിവാഷിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവിടെ തന്നെയാണ് ഉണ്ടായത്, ഇവിടുന്ന് എങ്ങും പോയിട്ടില്ല. അപ്പോൾ അവർ കിടന്ന റൂം അതാണ്, രതീഷ് കിടന്ന റൂം ഇതാണ്. അപ്പോൾ പുള്ളി തറപ്പിച്ച് പറയുന്നുണ്ട് ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെ മാത്രം നോക്കിയാൽ മതി, വേറെ എങ്ങോട്ട് നോക്കണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട്. അത്ര ഉറപ്പായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന നാട്ടുകാരെല്ലാവരും കൂടി ഈ ബീമും അതും ഇതെല്ലാം മാറ്റി അവരെ കഴിയുന്ന രീതിയിൽ ആ വെളിച്ചത്തിൽ, ആ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം മാറ്റി നോക്കി. കാണാൻ കഴിഞ്ഞില്ല. തൊട്ട് താഴെ ഇറങ്ങി അവിടെ നോക്കി, അത് കാണാൻ കഴിഞ്ഞില്ല. ആളുകൾ ആ സമയത്ത് തന്നെ 2:30 സമയത്ത് തന്നെ 2:30-3 മണി സമയത്ത് തന്നെ ഇവരെല്ലാം ഇറങ്ങി നോക്കി, ഉള്ള വെളിച്ചത്തിൽ ഇറങ്ങി നോക്കി. ആരെയും കാണാനോ യാതൊരു ലക്ഷണമോ പറ്റുന്നില്ല. അവർ ആ ചേച്ചി ഉള്ളതായിട്ട് യാതൊരു ഇതും ആ സമയത്ത് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ രവിചേട്ടൻ നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ആ ചേച്ചി പോയത് സത്യം പറഞ്ഞാൽ. അപ്പം പുള്ളി താഴേക്ക് ഇവരെ വിളിക്കാൻ ഇറങ്ങി വന്ന സമയത്താണ് ആ ചേച്ചി ആ മണ്ണിലേക്ക് അകപ്പെട്ടു പോയത്. കാരണം ചേച്ചീനെ കണ്ടിട്ടാണ് പുള്ളി ഇറങ്ങി വരുന്നത്. പുള്ളിക്ക് തന്നെ 73 വയസ്സുള്ള ചോദിച്ചാണ്. പുള്ളിക്ക് തന്നെ ഇവരെ പൊക്കിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട്, ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ടാണ് പുള്ളി വിവാഹത്തിന് വിളിക്കാനായിട്ട് വന്നത്. ഈ വഴിയാണ് പുള്ളി ഇറങ്ങി താഴത്തേക്ക് വന്നത്. പുള്ളി ഒരു പുതപ്പ് മാത്രം പുറത്തിട്ടാണ് വന്നത്. ആ പുതപ്പിപ്പോൾ താഴെ വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചേച്ചീനെ കാണുന്നില്ല, അവൻ അവിടെ ഉണ്ട്. അപ്പോൾ രാഹുലും ജമീഷും ഇവിടെ എത്തി അവനെ എടുത്തങ്ങ് മാറ്റി. ഇതാണ് ഉണ്ടായതെന്ന്. രവിചേട്ടനെ സന്ദർശിക്കുകയും മകനെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തതിനു ശേഷം മഹാസഭ അടിയന്തരമായി ധനസഹായം നൽകുകയും ചെയ്തു. എന്നാൽ നാം തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്. നമ്മുടെ സമുദായ അംഗങ്ങളുടെ കഷ്ടപ്പാടുകളും ജീവിത ചുറ്റുപാടുകളും എന്തായിരുന്നുവെന്ന് നാം തിരിച്ചറിയണം. മണ്ണിടിച്ചിൽ നടന്ന സംഭവസ്ഥലം സന്ദർശിച്ചപ്പോഴാണ് ഗുരുതരമായ ചില വസ്തുതകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ ഫലമായി നമുക്ക് നഷ്ടമായതൊരു ജീവനാണ്. രവിചേട്ടന്റെയും മകനെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ സഭ ഒന്നായി കൂടെ ഉണ്ടാവണമേ എന്നാണ് ഈ സമയം അഭ്യർത്ഥിക്കുവാനുള്ളത്.